അതെ, ഇങ്ങനെ കഥ പറഞ്ഞ് നേരം വെളുപ്പിക്കാനാണോ പരിപാടി? ആരതിയുടെ കോടതി കഥകൾ കേൾക്കുമായിരുന്നു അടുത്തി. നല്ല രസമുണ്ട്. എന്തായാലും ഇനി കൂടുതൽ കഥയൊന്നും പറയണ്ട. ശ്യാമ നേരത്തെ പോയി കിടന്നുറങ്ങിക്കോ. ചെറിയമ്മേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. തനിച്ചു പോവാണോ നീ ഇപ്പോ? ആരതി, വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുവിടാം. അതെ, ഈ നല്ല നല്ല വില്ലന്മാരുടെ ഭീഷണിയൊക്കെ മറികടന്ന് ഇവിടെയല്ല, അങ്ങ് പുറത്ത് വലിയ വലിയ നഗരങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ആളാ ഞാൻ. അവിടെയുള്ള കുഴപ്പക്കാരൊന്നും ഇവിടെ ഇല്ല. തൽക്കാലം ആരതിവർമ്മയുടെ അടുത്തേക്ക് ആരും വരില്ല. വന്നാൽ തന്നെ അവർക്ക് രക്ഷയില്ല. ചേച്ചി നല്ല ഇടിക്കാരിയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അപ്പോ ഒരാളുടെ സാക്ഷിപത്രം കിട്ടിയല്ലോ. ആ, എന്നാ ചെറിയമ്മേ, ഞാൻ ഇറങ്ങാം. രാവിലെ വിളിച്ചോളാം. എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത് നിന്നോടാണ് കേട്ടോ. അതിനെന്താ, സൗകര്യം പോലെ ഒരു ദിവസം വന്ന് നന്ദിയൊക്കെ വാരിക്കൊണ്ടേ പൊക്കോളാം. ഇപ്പൊ സമയമില്ല, അതുകൊണ്ടാണേ. ശരി, പോട്ടെ. ശരി. സത്യം പറഞ്ഞാ എല്ലാരും കൂടി കൂടിയ സന്തോഷത്തിൽ എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. എന്നാ നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിച്ചോണ്ടിരിക്കാമേ. അമ്മ ഉറങ്ങിട്ടെ ഞാൻ ഉറങ്ങുന്നുള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. ഇന്ന് എന്റെ മോൾ എന്റെ കൂടെ കിടക്കണ്ട. അതെന്താ? അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. അതെന്താ മാഡം? അത് മനസ്സിൽ വല്ലാതെ സന്തോഷം നിറയുന്ന നിമിഷം പുള്ളിക്കാരിക്കൊരു ശീലമുണ്ട്. അഖില് സ്വപ്നത്തില് വരൂ. പിന്നെ രണ്ടുപേരും കൂടെ ചറ പറന്ന് സംസാരവാ. ചില ദിവസങ്ങളിൽ ഞാൻ ചെന്ന് വാതിൽ തട്ടിയിട്ടുണ്ട്. ആരോ സംസാരിക്കണമെന്ന് വെച്ച് നോക്കുമ്പോ ആരെയും കാണില്ല. ആണോ അമ്മേ? അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിക്കാറുണ്ടോ? അതൊരു തോന്നലാണെന്നാ മറ്റുള്ളവർ പറയാ. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയല്ല, ശരിക്കും അടുത്ത് വരും. അമ്മ എല്ലാ സങ്കടവും പറയും, കേട്ടിരിക്കും, ആശ്വസിപ്പിക്കും. പക്ഷേ ഇന്ന് വന്ന സങ്കടം പറയില്ല കേട്ടോ, സന്തോഷമേ പറയൂ. മോളെക്കുറിച്ച് പറയും, മോനെക്കുറിച്ച് പറയും, നമ്മൾ ചെലവിട്ട നല്ല നിമിഷങ്ങളെക്കുറിച്ച് പറയും. ആ, എന്നാ പിന്നെ പോയി കിടന്നോ. വരും. ഗുഡ് നൈറ്റ്. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്.